രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. മഹാരാജാവ് കൽപ്പിച്ച പ്രകാരം മനോഹരങ്ങളായ പട്ടുവസ്ത്രങ്ങളും 14 വർഷം ധരിക്കാൻ വേണ്ടിയിട്ടുള്ളവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ദിവ്യങ്ങളായിരിക്കുന്ന ആഭരണങ്ങളും, ആ ആഭരണങ്ങൾ അധികവും ദേവലോകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇന്ദ്രൻ സമ്മാനമായിട്ട് ദശരഥന് നൽകിയതാണ്. അവയെല്ലാം തന്നെ കൊണ്ടുവന്നിട്ട് അവിടെ മുന്നിൽ വെച്ചു. ആ അവസരത്തിൽ മഹാരാജാവ് പറഞ്ഞു, ഈ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വേണം സീത കാനനത്തിലേക്ക് പോകേണ്ടത്. സീത പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കണം. ഈ അയോധ്യയുടെ മഹാറാണിയാണ്. അതിനുചിതമായ രൂപത്തിൽ വേണം കാനനത്തിലേക്ക് പോകാൻ. സീത ആ ആഭരണങ്ങളെല്ലാം ധരിച്ചു. സാ സുജാതാനി വൈദേഹി പ്രസ്ഥിതാവനം ഭൂഷയാമാസ ഗാത്രാണി തൈർവിചിത്രൈർവിഭൂഷണൈഹി. ആ വിചിത്രങ്ങളായ വിഭൂഷണങ്ങളാൽ സ്വയം അലങ്കരിച്ചു സീത. ഭൂവില് ലഭ്യമല്ല ആ ആഭരണങ്ങളിൽ അധികവും. അതുകൊണ്ട് ആരുടെയും മനസ്സിനെ കവരും, ആർക്കും അത്ഭുതമുളവാക്കും. അങ്ങനെയുള്ള വിചിത്രങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ കൊണ്ട് സീത അണിഞ്ഞു, തന്റെ ശരീരത്തെ അണിയിച്ചു. കാനനത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സീത അങ്ങേയറ്റം മഹനീയമായ കുടുംബത്തിൽ ജനിച്ച സീത, ജനകമഹാരാജാവിന്റെ പവിത്രമായ വംശത്തിൽ ജനിച്ച സീത, ഭൂമിയുടെ പുത്രിയായിരിക്കുന്ന സീത. അതിനനുസരിച്ച് ദിവ്യങ്ങളായ ആഭരണങ്ങളെല്ലാം ധരിച്ചു. ആ അവസരത്തിൽ സർവ ആഭരണങ്ങളും ധരിച്ച സീത അവിടെ നിൽക്കുമ്പോഴേക്കും ഉദിച്ചുയരുന്നതായ സൂര്യൻ തന്റെ ബഹുവർണാഭമായ കിരണങ്ങൾ കൊണ്ട് ആകാശത്തെ എങ്ങനെയാണോ ശോഭിപ്പിക്കുന്നത്, അതേ പ്രകാരത്തിൽ സീത തന്റെ കാന്തി കൊണ്ട് ആ ജനങ്ങളെല്ലാം നിറഞ്ഞ സഭാഗ്രഹത്തെ അങ്ങേയറ്റം ശോഭിപ്പിച്ചു. ഈ അവസരത്തിൽ കൗസല്യാദേവി സീതയുടെ സമീപത്ത് ചെന്നു. എന്നിട്ട് സീതയെ ആലിംഗനം ചെയ്തു, സീതയുടെ മൂർധാവിൽ ചുംബിച്ചു. എന്നിട്ട് കൗസല്യ സീതയോട് പറഞ്ഞു, അല്ലയോ സീതേ, ഈ ഭൂമിയിലെ സ്ത്രീകൾ പല പ്രകാരത്തിലുണ്ട്. അങ്ങേയറ്റം ഭർത്തൃ ശുശ്രൂഷയിൽ നിഷ്ഠരായിട്ടുള്ള സ്ത്രീകളുണ്ട്, അങ്ങനെ അല്ലാതുള്ളവരുമുണ്ട്. ഭർത്താവ് എത്രയെത്ര സൗകര്യങ്ങൾ അനുഗ്രഹങ്ങൾ നൽകിയാലും, സ്നേഹത്തോടു കൂടിയിട്ട് എന്തെല്ലാം സൗഖ്യങ്ങൾ പകർന്നാലും, അതെല്ലാം സ്വീകരിച്ച ശേഷം ഭർത്താവിനെ അദ്ദേഹത്തിന് വിപത്ത് വരുന്ന അവസരത്തില് വിശേഷിച്ചും തള്ളിപ്പറയുകയും ഉപദ്രവിക്കുകയും കഷ്ടത്തിലേക്ക് വലിച്ചെറിയുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളും ഈ ലോകത്തിലുണ്ട്. അവരെ അസത്യമാർ എന്നാണ് ലോകം പറയുക. എന്നാൽ സാധ്വിമാരാണെങ്കിലോ സാധ്വീനാം തു സ്ഥിതാനാം തു ശീലേ സത്യേ ശ്രുതേ സ്ഥിതേ സ്ത്രീണാം പവിത്രം പരമം പതിരേകോ വിശിഷ്യത്തെ. അല്ലയോ സീതേ, സാധ്വികളായിട്ടുള്ള സതീരത്നങ്ങളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവര് ശീലത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, സ്വഭാവ ഗുണത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായ ധർമ്മനിഷ്ഠയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഒരു കാലവും ഒരു സാഹചര്യത്തിലും അവർ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അവരാണ് യഥാർത്ഥത്തില്
ഏറ്റവും വലിയ തപസ് അനുഷ്ഠിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ പരമമായിരിക്കുന്ന ലക്ഷ്യം ഭർതൃ ശുശ്രൂഷയാണ്. അതാണ് അവർക്ക് പവിത്രമായിട്ടുള്ളത്. പതിയല്ലാതെ, ഭർത്താവല്ലാതെ വേറൊന്നും തന്നെ അവർക്ക് ഈ ലോകത്തിൽ അഭികാമ്യമായി തോന്നില്ല. സമ്പത്തോ സ്ഥാനമാനങ്ങളോ അധികാരമോ സാമ്രാജ്യമോ ഒന്നും തന്നെ അവരുടെ മനസ്സിനെ ഇളക്കാൻ പര്യാപ്തമല്ല. അവർക്ക് ഏറ്റവും വലുത് ഭർത്താവാണ്. അങ്ങനെ ഭർതൃ ശുശ്രൂഷയിൽ നിരതരായിട്ടുള്ള ആളുകൾ ഭർത്താവിന് ഏത് വിപത്ത് വന്നാൽ പോലും ആ വിപത്തിലും ഭർത്താവിനെ കൈവടിയാതെ ഭർത്താവിന് താങ്ങും തണലുമായി നിൽക്കുന്ന സ്ത്രീകൾ, അവരാണ് ഈ ലോകത്തിലെ സതീരത്നങ്ങൾ. സീതേ, നിന്റെ മാർഗം അതാണ്. നത്വയ സത്വയ നാവമന്തവ്യ പുത്ര പ്രവ്രജിതോവനം, പുത്ര പ്രവ്രാജിതോവനം. അല്ലയോ സീതേ, ഇതാ രാമൻ ഇതാ കാനനത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഈ രാമൻ നിനക്ക് ഏറ്റവും ആദരണീയനാണ്. ഒരിക്കലും നീ രാമനെ തെറ്റായിട്ട് ചിന്തിക്കരുത്, തള്ളിപ്പറയരുത്, രാമനെ അവമതിക്കരുത്. രാമനോട് അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയിട്ട് ആദരവോടു കൂടിയിട്ട് അല്ലയോ സീതേ നീ പെരുമാറണം. എനിക്കറിയാം നീ സതീരത്നമാണ്, നീ അങ്ങനെ പെരുമാറൂ എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനിതാ ഈ അവസരത്തില് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു, ശ്രീരാമചന്ദ്രൻ നിനക്ക് ഭർത്താവാണ്. ഭർത്താവ് ദേവൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. ഇങ്ങനെ കൗസല്യ സീതയെ ആലിംഗനം ചെയ്ത് സീതയുടെ മൂർധാവിൽ മുകർന്നുകൊണ്ട് സീതയോട് പറയുമ്പോൾ ഈ രീതിയിലുള്ളതായ ഒരു ഘട്ടത്തിൽ ഒരമ്മയ്ക്ക് നൽകാൻ ഉള്ള ഏറ്റവും വലിയ ഉപദേശമാണത്. അത് ആ അമ്മ നൽകുമ്പോൾ കുടുംബ ബന്ധത്തെ, പവിത്രമായ ബന്ധത്തെ സുദൃഢമാക്കി നിലനിർത്തുന്ന ഉപദേശമാണത്. അങ്ങനെ ആ അമ്മ പറയുമ്പോഴേക്കും സീത തൊഴുകയോടുകൂടിയിട്ട് കൃതാഞ്ജലിം വാചേതം ശ്വശ്രൂം അഭിമുഖേ സ്ഥിത, തന്റെ ശ്വശ്രുവിന്റെ അമ്മായി അമ്മയുടെ മുന്നില് ആ അമ്മായി അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സീത കൈകൂപ്പിക്കൊണ്ട് വളരെ വിനയത്തോടു കൂടിയിട്ട് കൗസല്യയോട് പറഞ്ഞു, കരിഷ്യേ സർവമേവാഹം. അല്ലയോ അമ്മേ, അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയിട്ട് നിർവഹിക്കും. അതിൽ നിന്ന് ഒരു അല്പം പോലും എന്റെ മനസ്സ് വ്യതിചലിക്കുകയില്ല. ഞാൻ ഈ കുടുംബത്തില് അംഗമായിട്ട്, രാമന്റെ പത്നിയായിട്ട് ഇവിടെ വരുന്ന അവസരത്തില് അല്ലയോ അമ്മേ, എന്റെ അച്ഛനും എന്റെ അമ്മയും എനിക്ക് എങ്ങനെയാണ് ഒരു കുടുംബിനി ജീവിക്കേണ്ടത്, ഒരു പതിവ്രത ജീവിക്കേണ്ടത് എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അമ്മ ഈ പറഞ്ഞതെല്ലാം അതേ വാക്കുകളാണ്. ഞാൻ അല്ലയോ അമ്മേ അതേ പ്രകാരത്തിൽ അത് മുഴുവൻ ജീവിതത്തില് അനുഷ്ഠിച്ചിരിക്കും. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നല്ലോ. സീത ആ അമ്മയോട് പറഞ്ഞു. ഇങ്ങനെ രാമനും സീതയും ലക്ഷ്മണകുമാരനും അവിടെ നിന്നിട്ട് അച്ഛനമ്മമാരോട് യാത്ര പറയാൻ തുടങ്ങുകയാണ്. ശ്രീരാമചന്ദ്രൻ, ധർമാത്മാവായ ശ്രീരാമചന്ദ്രൻ അമ്മയുടെ സമീപത്തെ എന്ന് അമ്മയോട് പറഞ്ഞു, അംബ മാ ദുഃഖിതാ ഭൂത്വ പശ്യേസ്ത്വം പിതരം മമ. അല്ലയോ അമ്മേ, അമ്മ ഞാൻ കാനനത്തിലേക്ക് പോകുന്നു എന്ന കാരണത്താല് വളരെയേറെ വേദനിച്ചിട്ട് എന്റെ അച്ഛനിൽ കുറ്റം കാണരുത്. മുമ്പ് എങ്ങനെയാണോ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആദരവോടു കൂടിയിട്ട് അച്ഛനോട് അമ്മ പെരുമാറിപ്പോന്നിരുന്നത്, അതേ പ്രകാരത്തിൽ തന്നെ ആദരവോടു കൂടിയിട്ട് അദ്ദേഹത്തെ കാണണം എന്ന് രാമൻ കൗസല്യയോട് അഭ്യർത്ഥിക്കുന്നു. നോക്കണം, താൻ കാനനത്തിലേക്ക് പോകുന്ന അവസരത്തിൽ പോലും ആരോടും
ഒരു പ്രകാരത്തിലും വിദൂരമായി പോലും അനിഷ്ടം രാമനില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രകാരത്തിലുള്ള തെറ്റായ ധാരണകൾ, അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ അതിനെല്ലാം നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും യുക്തമായ രീതിയിൽ രാമൻ സംസാരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കൗസല്യയോടും രാമൻ പറയുന്നു. സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ഇത്തരൊരു സന്ദർഭത്തിൽ ഇതിന് കാരണക്കാരൻ ദശരഥനാണ് എന്ന ചിന്തയാൽ ദശരഥനോട് ദേഷ്യം വെച്ച് പുലർത്തും. അത് മനുഷ്യ സഹജമാണ്. അല്ലെങ്കിൽ ധർമ്മത്തിൽ അത്ര കണ്ട് ഉറച്ച നിഷ്ഠ വേണം, ഋഷിതുല്യരായി തീരണം. അമ്മ ഒരിക്കലും അച്ഛനോട് അനിഷ്ടം ഹൃദയത്തിൽ വെച്ച് പുലർത്തരുത് എന്ന് രാമൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. ഋഷിതുല്യമായ മാനസികാവസ്ഥയിൽ സ്ഥിതി ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് രാമൻ 3 അമ്മമാരോടും, കൗസല്യയോടും, സുമിത്രയോടും, കൈകേയിയോടും തൊഴുകയോടുകൂടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സംവാസാത് പരുഷം കിഞ്ചിത് അജ്ഞാനാദവിയത് കൃതം തന്മേ സമുപജാനീത സർവാശ്ച മന്ത്രയാമിവ. അല്ലയോ അമ്മമാരെ, നിങ്ങൾ എല്ലാവരോടും ഞാനിതാ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും കാലം നിങ്ങളുടെ എല്ലാം സംരക്ഷണയില്, നിങ്ങൾ 3 പേരുടെയും സംരക്ഷണയില് ഞാനിവിടെ ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയണം. ഞാൻ അഭ്യർത്ഥിക്കുന്നു, എന്നോട് കാരുണ്യം ചൊരിയണം. എന്റെ തെറ്റുകളെ ക്ഷമിച്ചിട്ട്, ഞാൻ അറിയാതെ ചെയ്തതായാൽ പോലും അതിനെ ക്ഷമിച്ചിട്ട് എന്നിൽ കാരുണ്യം ചൊരിയണം എന്ന് രാമൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷമാണ് രാമൻ അവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുന്നത്. അഥ രാമശ്ച സീതാച ലക്ഷ്മണശ്ച കൃതാഞ്ജലി ഉപസംഗൃഹ്യ രാജാനം ചക്രുർദീനാപ്രദക്ഷണം. 40ാമത്തെ സർഗമാണ് അയോധ്യാകാന്ഡത്തില്. അനന്തരം ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും കൈകൂപ്പിക്കൊണ്ട് വളരെയേറെ വിനയത്തോടു കൂടിയിട്ട് മഹാരാജാവിനെ പ്രദക്ഷിണം ചെയ്തു. വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് അവർ പ്രദക്ഷിണം ചെയ്യുന്നത്. കാരണം അച്ഛന്റെ ദുഃഖം അവരെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദുഃഖത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അവര് നേരെ കൗസല്യയുടെ സമീപത്ത് ചെന്നു. അവർ 3 കൗസല്യയെ പ്രദക്ഷിണം ചെയ്ത് തൊഴുതു, വന്ദിച്ചു, അനുവാദം ചോദിക്കാണ്. തുടർന്ന് സുമിത്രയുടെ സമീപത്ത് ചെന്നു. രാമനും സീതയും പിന്നാലെ ലക്ഷ്മണനും തൊഴുകയോടുകൂടി സുമിത്രയുടെ സമീപത്തെത്തി സുമിത്രയെ പ്രദക്ഷിണം ചെയ്ത് വന്ദിക്കുന്നു. ആ അവസരത്തില് സുമിത്ര രാമനെ, തന്റെ പുത്രനായിരിക്കുന്ന ലക്ഷ്മണനെ അനുഗമിക്കുന്നതില് ലക്ഷ്മണനെ അനുമോദിക്കുകയാണ്.